ഇന്ന് 2-ാം അധ്യായം, എഫേസ്യർ 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന 2-ാം അധ്യായം 3-ാമത്തെ വാക്യം, നിങ്ങളൊക്കെ സുവിശേഷനോട് ഉയർപ്പിച്ച് 2-ാം അധ്യായം 6-ാം വാക്യല്ലേ? ക്രിസ്തുവിൽ യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് നിങ്ങളൊരു സ്വർഗീയ സ്വഭാവമുള്ളയാളാണെന്നും നിങ്ങൾ ഈ ഭൂമിയിൽ വസിക്കുന്നെങ്കിലും നിങ്ങളിൽ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ജീവനാണെന്നും, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമല്ല, ഈ ഭൂമിയിൽ തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളെ കാണിക്കേണ്ടതിന്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മളത് കാണുമ്പോൾ നമ്മളത് കാണും. പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം ഇവിടെ നയിക്കും, വരും ദിവസങ്ങളിൽ ദൈവം എനിക്കത് തരും എന്ന് പറയണം. അങ്ങനെ പറയണം, ഞാനിങ്ങനെയൊക്കെ പോവുള്ളൂ, എനിക്കിങ്ങനെയൊക്കെ. നമ്മളെപ്പോഴും നമ്മുടെ ദയനീയതയിലേക്കല്ല പോകേണ്ടത്, ദൈവം നമ്മെ ഉയർത്തിയ ഉയർച്ചയിലേക്ക് നമ്മൾ പോകണം. ദൈവം എന്നെ ഉയർത്തി എവിടെ ഇരുത്തിയിരിക്കുന്നു നോക്കിയേ. വരും കാലങ്ങൾ കൃപയുടെ അത്യന്ത ധന, ദൈവം മനുഷ്യകുലത്തിന് കൊടുത്ത ദൈവകൃപയുടെ അത്യന്ത ധനത്തെ നമ്മിൽ വെളിപ്പെടുന്നത് ദൈവത്തിന് വരും ദിവസങ്ങളിൽ കാണിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നും നമ്മൾ ദൈവത്തിൻ്റെ ജീവനുണ്ടെന്നും ദൈവത്തിനാണ് ഉത്തരവാദിത്വം, നമ്മളെ കഴിഞ്ഞും കൂടുതൽ. അതിൻ്റെ അർത്ഥം ദൈവത്തിന് ഉത്തരവാദിത്വം ചെയ്യുന്നുള്ളതല്ല, നമ്മളോട് ദൈവത്തോട് സഹകരിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ സഹകരിക്കേണ്ടിയിരിക്കുന്നു? വിശ്വാസത്താൽ സഹകരിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ സത്യം നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്വീകരിക്കുന്നതനുസരിച്ചായിരിക്കും നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഉയരുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, എവിടെ പറഞ്ഞു നോക്കിയേ, വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. ശരിയാണോ? ഞാൻ പറഞ്ഞാണത് അല്ല. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, കൊലോസ്യ ലേഖനത്തിലേക്ക് വന്നേ. അതിനകത്ത് 12-ാം വാക്യത്തിലേക്ക്, 2:12 ഒന്ന് 2:12. നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരുന്നു? ദൈവം അങ്ങനെ നമ്മളോട് ദൈവം, നിങ്ങളെ ഞാൻ ഉയർപ്പിച്ച് ഉയരത്തിലാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് ഈ കാര്യം? വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം വ്യാപരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കും. നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടും നമ്മളിപ്പോഴും ഒരു ഭൗമികന്മാരാണെന്നുള്ള ചിന്തയുമാണ് നമ്മളെ ഈ നിലയിലേക്ക് താഴ്ത്തിക്കൊണ്ട് വിശ്വാസ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ നിലയിൽ നമ്മളെ ദൈവം ഉയർത്തുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെയാണ്? ഉയരത്തിലാണ്. പറയണം, നമ്മൾ അങ്ങനെ പറയണം, താഴെയല്ല, നമ്മൾ ക്രിസ്തുവിനോട് കൂടെയുള്ളവരാണ്. അങ്ങനെ പറയാൻ പഠിക്കണം. ഞാൻ ക്രിസ്തുവിനോട് കൂടെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വിഷമിച്ച് നടക്കല്ല ചെയ്യേണ്ടത്. ഞാൻ ക്രിസ്തുവിനോട് കൂടെയുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥാനം എവിടെയാണ്? ഒത്തിരി ഉയരത്തിലാണ്. ആരുടെ കൂടെയാണ്? ക്രിസ്തു എവിടെ ഇരിക്കുന്നോ അവിടെയാണ്. അതാണ് 1-ാം വാക്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ, നിങ്ങൾ സ്നാനത്തിൽ ക്രിസ്തുവിനോട് കൂടെ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ സ്നാനപ്പെട്ടതോടുകൂടെ ദൈവം അത് നിങ്ങളിൽ ബാധകമാക്കിയിരിക്കുന്നു. ദൈവം സ്നാനപ്പെട്ടതോടുകൂടി നിങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്നാനപ്പെട്ടവരെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. സ്നാനപ്പെടാത്തവർ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും, ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യുന്നത് സ്നാനത്തിലാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം സ്നാനം മുതലാണ് നമ്മുടെ മേൽ പകർന്നു വരുന്നത്. ഹല്ലേലൂയ. സ്നാനമാണ് അതിൻ്റെ തുടക്കം. കാരണം കാൽവറി ക്രൂശിലാണ് ദൈവം അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിനോട് അനുരൂപപ്പെടുന്നതാണ്. കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് അനുരൂപപ്പെടുന്നതാണ് സ്നാനം. സ്നാനം ഒരു സംഘടന ചേരാനല്ല, ഏതെങ്കിലും മതത്തിൽ ചേരാനല്ല, പിന്നെയോ ക്രിസ്തുവിനോട് ചേരാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമ്മളെവിടെ ചെല്ലും? അവനോട് കൂടെ. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. നമ്മൾക്ക് അവനോട് കൂടെ നോക്കിക്കുക. 2-ൽ പറഞ്ഞു, കൊലോസ്യർ 2:12 പറഞ്ഞു, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമ്മൾ എഫേസ്യർ ലേഖനത്തിൽ വായിച്ചു, ഉയർപ്പിച്ച ദൈവം അവിടെ ഇരുത്തിയിരിക്കുന്നു, സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. എന്നാൽ 3:1 വരുമ്പോൾ, കൊലോസ്യർ 3:1 വരും, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. അപ്പോൾ ക്രിസ്തുവിലായി എന്ന് ഒരാൾ പറയുമ്പോൾ എവിടെയാണ് ആളിൻ്റെ വ്യക്തിയുടെ സ്ഥാനം? എവിടാണ്? നിങ്ങൾ ക്രിസ്തുയേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ളതല്ല, അവിടെ നമ്മളെ മാറ്റിയിരിക്കുന്നു. സ്ഥാനചലനം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇത് നമ്മളോട് അയൽവക്കക്കാരൻ പറയുന്നതല്ല, ഇവിടുത്തെ മന്ത്രിസഭ പാസാക്കിയ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗത്തെ പറ്റിയല്ല ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ ദൈവം പറയുകയാണ്, നിങ്ങളെ ഭൂമിയിൽ ദൈവം സ്ഥാനചലനം തന്നിരിക്കുന്നു, ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് ആരാ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ദൈവം പറയുന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞാൽ വിശ്വസിക്കാമോ? ഈ ലോകത്തുള്ള സകല മനുഷ്യരും വാക്കുമാറ്റും, ദൈവത്തിൻ്റെ വചനത്തിന് വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ല. നമുക്ക് പോലും ദൈവത്തെ ചോദ്യം ചെയ്യാൻ പറ്റുന്നത്, കർത്താവേ നീ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണോ എന്ന് നമുക്ക് ചോദിക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അത്രമാത്രം ഇതിനകത്ത് അടങ്ങിയിരുന്നുണ്ട് കേട്ടോ. അത്രമാത്രം ദൈവം കാര്യങ്ങൾ വളരെ ക്ലിയർ ആക്കി നമുക്ക് തന്നിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഇനിയും വരുവാണ്. അതുകൊണ്ട് അവിടെ പറയുകയാണ്, ഉയരത്തിലുള്ളതല്ല. അതുകൊണ്ട് എന്ത് വേണം? ഉയരത്തിലുള്ളതല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ എന്നിട്ടാണ് ആ വാക്യത്തിൻ്റെ അതിൻ്റെ 5ലേക്കൊന്ന് വന്നേ. 5ലേക്കൊന്ന് വന്നേ. ആകയാൽ, അപ്പം നിങ്ങൾ ഇപ്പോഴോ എന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴോ, ആ വാക്കുകൾക്ക് ഭയങ്കര അർത്ഥമാണ്. ഇപ്പോഴോ നിങ്ങൾ എവിടെ? ഇപ്പം നമ്മൾ എവിടെയാണ്? ഇപ്പം നമ്മൾ എവിടെയാണ്? ഉയരത്തിലാണ് ജീവിക്കുന്നത്. എവിടെ ജീവിക്കുന്നത്? ഉയരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടാണ് 5-ാം വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ, ഇപ്പോഴങ്ങനെ ആയതുകൊണ്ടാകയാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കരുത്? ഭൂമിയിലുള്ളവരെ പോലെ ജീവിക്കരുത്. കണ്ടോ അർത്ഥം പോകുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ ഉയരത്തിലുള്ളവരാണ്. ഉയരത്തിലുള്ളവൻ്റെ ജീവിതശൈലി ഭൂമിയിലുള്ളവർ നയിക്കണം. ഭൂമിയിലുള്ളവർ ജീവിതശൈലി നയിക്കുമ്പോൾ ഉയരത്തിലുള്ളവർ ഉയരത്തിലുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. നിങ്ങൾ നോക്കിയിട്ട് കിടങ്ങനെ, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയും. കാരണം എന്താണ്? നിങ്ങൾ ഉയരത്തിലുള്ള. 3-10 വാക്യം വായിച്ചു നോക്കിയേ. 10 വാക്യം, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന. അപ്പോൾ പഴയ മനുഷ്യൻ ഭൗമികനും പുതിയ മനുഷ്യൻ ഉയരത്തിലുള്ളവനുമാണ്. കണ്ടോ? നമുക്ക് കണ്ടോ, പഴയ മനുഷ്യൻ്റെ സ്വഭാവമല്ല നമുക്ക് ആവശ്യം, ഒരു പുതിയ മനുഷ്യൻ നമ്മിലുണ്ട്. അവൻ ആരാണ്? ഉയരത്തിൽ വസിക്കുന്നവനാണ്. അവൻ്റെ സ്ഥാനം എവിടെയാണ്? ക്രിസ്തുവിനോട് കൂടെയാണ്. അവൻ്റെ സ്ഥാനമായിരിക്കണം നമ്മൾ ഈ ഭൂമിയിൽ അവയവങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അവയവങ്ങൾ എന്നുള്ള വാക്കുകളാണ്. അപ്പോൾ ജീവിക്കാൻ എന്താവശ്യമുണ്ട്? അവയവങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഭൂമിയിൽ ഭൗമികനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ അവയവങ്ങളായിട്ടാണ് ഇതിനെ കാണിച്ചിരിക്കുന്നതെങ്കിൽ, സ്വർഗീയനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ അവയവങ്ങൾ ഇവിടെ പാടില്ല. കാരണം ഇവൻ ആരാണ്? ഇവൻ സ്വർഗീയനാണ്. നമ്മളെ നോക്കി പറയാം, ഞാനൊരു സ്വർഗീയനായ മനുഷ്യനാണ്. എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? ഇപ്പോഴും നമ്മൾ കരഞ്ഞൂപി അല്ല ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ പറയണം, ഞാൻ ആരാണ്? ഞാൻ സ്വർഗീയനായ മനുഷ്യനാണ്. നിങ്ങൾ കൊലോസ്യാനം 3:12 മുതൽ വായിച്ചു നോക്കി. അതുകൊണ്ട് നിങ്ങൾ ഉയരത്തിലുള്ളവരായതുകൊണ്ട്, അതുകൊണ്ട് ആ വാക്കുകളൊക്കെ എത്ര ഭംഗിയാന്ന് നോക്കിയാൽ പൗലോസ് എഴുതിയിരിക്കുന്നത്, എത്ര ഭംഗിയാന്ന് നോക്കി. അതുകൊണ്ട് കണ്ടോ, ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. അപ്പൊ അങ്ങനെ പറഞ്ഞേ, ഒരു പുതിയ ജീവിതശൈലി നിങ്ങൾക്ക് വേണം. കണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പുതിയ ജീവിതശൈലി വേണം. അപ്പൊ ഈ ജീവിതശൈലിയിലാണ് തിരിച്ചറിയുന്നത് നമ്മൾ ഉയർന്നോ താണോ എന്നുള്ള കാര്യം. മനസ്സിലായോ? നമ്മൾ എത്രമാത്രം ദൈവം ഉയർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ജീവിതശൈലിയാണ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ എത്രയൊക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഒരു മനുഷ്യനെ, ഒരു പാട്ടുകാരനെ, ഒരു നൃത്തം ചെയ്യുന്ന ഒരു മനുഷ്യനെ ജയിലിൽ കൊണ്ടിട്ടപ്പോഴും അവൻ ഗിറ്റാർ എടുത്ത് നൃത്തം ചെയ്തു. ഗിറ്റാർ മാറ്റി വെച്ചപ്പോഴും അവൻ ഗിറ്റാർ ഇല്ലാതെ അവൻ ജയിലിൽ നൃത്തം ചെയ്തു. അവസാനം പാട്ട് പാടാതിരിക്കാനായിട്ട് അവൻ്റെ നാവിനെ കണ്ടിച്ച് കളഞ്ഞപ്പോഴും അവൻ വീണ്ടും നൃത്തം ചെയ്തപ്പോൾ അവിടുത്തെ ജയിലധികാരികൾ പറഞ്ഞു, ഇവനെ കൊണ്ട് നമുക്കിനിയും ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം എന്താണ്? ഇവൻ്റെ നാവിലുമല്ല, ഇവൻ്റെ ഗിറ്റാറിലുമല്ല ഇവൻ്റെ സംഗീതം കിടക്കുന്നത്. ഇവൻ്റെ സംഗീതം ഇവൻ്റെ ഹൃദയത്തിലാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ജീവിതശൈലിയാണ്. നമ്മൾ പെന്തക്കോസ്തുകാരായതുകൊണ്ടോ ഇവിടെ വെള്ളം ഇട്ടുകൊണ്ട് വന്നതുകൊണ്ടോ മീശ എടുത്തുകൊണ്ടോ ആവരണം ഊരികൊണ്ടോ ഒന്നും നമ്മളാരും എങ്ങും എത്തുന്നില്ല എന്നുള്ള സത്യം ഓർത്തണം. പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഉപവസിച്ചത് കൊണ്ടോ അല്ല കാര്യങ്ങൾ. ഇതൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ജീവിതശൈലിയാണ് വെളിപ്പെടുത്തുന്നത് നമ്മൾ ഉയർന്നോ താന്നോ എന്നുള്ള കാര്യം.
ജീവിത ശൈലിക്കകത്ത കാര്യം ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പുതിയൊരു ജീവിതശൈലി ആരംഭിക്കുക. നോക്കിക്കേ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി, കണ്ടോ, പുതിയ ജീവിതശൈലിയിലേക്ക് പോവുകയാണ്. ഏതാണ്? മുമ്പേ നമ്മളോട് പറഞ്ഞു കോപം, ക്രോധം, അത് നിങ്ങൾ ഉയരാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. കോപവും ക്രോധവും ഒക്കെ ജീവിതത്തിൽ വന്നത് എന്തുകൊണ്ടാണ്? ദേഷ്യവും വാശിയും ഞാനാണ് വലിയവൻ എന്നൊക്കെ ഉള്ളത്. നമ്മൾ ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ വരുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ചെറുതാണെന്ന് തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ മുമ്പിൽ മാത്രമേ ഒരു വ്യക്തി ചെറുതാകുന്നുള്ളൂ. ലോകത്ത് നിങ്ങൾ എവിടെ, നിങ്ങൾ കല്യാണത്തിൽ നിങ്ങൾക്ക് ഒരു അപകർഷതാബോധം, എന്നെ വിളിച്ചില്ലോ, കണ്ടില്ലോ, തൊട്ടില്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെ ചെന്നാലും നമ്മളൊരു വലുതാണെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, ഇല്ലേ? ഉണ്ടെന്ന് പ്രിയമുള്ളത്, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഉണ്ട്. അതിൻ്റെ ഭാഗമാണ് എന്നെ അംഗീകരിച്ചില്ലല്ലോ, എന്നോട് മിണ്ടിയില്ലല്ലോ, എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ, എന്നോട് സ്നേഹക്കുറവാണല്ലോ. ഇതൊക്കെ തോന്നുന്നത് നമ്മൾ എവിടെയോ വലുതാണെന്ന് തോന്നുന്നത് കൊണ്ടാണ്. ലോകത്തിൽ ഒരു മനുഷ്യൻ ചെറുതായിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ ചെറുതാകത്തുള്ളൂ. അവൻ ചെറുതാണല്ലോ എന്ന് അവൻ എപ്പോൾ തോന്നി ചോദിച്ചാൽ ആ വ്യക്തി ദൈവവചനത്തിന് മുമ്പിൽ വരുമ്പോൾ മാത്രമാണ്. അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മുമ്പിലും അവൻ ചെറുതാകുന്നില്ല. അവൻ്റെ ഉള്ളിൽ അവൻ നിൽക്കുകയാണ്. അവനെ കാണിക്കുന്നത്, നമ്മൾ ചെറുതാണെന്ന് തുറന്ന് കാണിക്കുന്നത് ദൈവവചനത്തിൻ്റെ മുമ്പിൽ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും നമ്മൾ വലുതായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, അതുകൊണ്ട് പറയുന്നത് പ്രിയന്മാരും വാഞ്ചിതരും, നോക്കിക്കേ, വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. ഇനിയിപ്പോൾ എന്താണ്? ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് നിങ്ങൾ ആരാണ്? നിങ്ങൾ ഒത്തിരി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ആരോടൊപ്പം? യേശു ക്രിസ്തുവിനോടൊപ്പം നിങ്ങളെ ദൈവം ഉയർത്തിയിരിക്കുന്നു. ഇപ്പം നിങ്ങളുടെ ജീവിതശൈലി എന്തായി മാറിയിരിക്കുന്നു. നോക്കിക്കേ, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. ഇപ്പോഴത്തെ വസ്ത്രം എന്താണ്? ഇതാണിപ്പോൾ ധരിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ജീവിത ശൈലിക്ക് മാറ്റം വന്നു. ഹല്ലേലൂയ. ജീവിതമാകമാനം മാറി. എപ്പോഴാ? ഇപ്പോൾ നമ്മൾ ഉയരത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തുടക്കം, ഇപ്പോൾ ഒരു ആരംഭം കുറിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യർ. കാരണം എന്താണ്? നിങ്ങളിപ്പോൾ ഉയരത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ എവിടാണ്? നിങ്ങൾ ഉയരത്തിലുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ എല്ലാം ദൈവം എന്തേനോ മടക്കിക്കൊണ്ട്, നമ്മൾ മുമ്പ് വായിച്ച വാക്യത്തിൽ കിടക്കുന്നുണ്ടോ? അതായത് മുമ്പ് വായിച്ചില്ലേ? തന്നെ സൃഷ്ടിച്ചവൻ്റെ വായിച്ചേ, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന, നിങ്ങൾ കേൾക്കണം, ഇതൊക്കെ ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഏതല്ലേ? ഈ തന്നെ ഒന്നുകൂടെ വാക്യം വായിച്ചു നോക്കി. തന്നെ നിങ്ങൾ കേൾക്കണേ, അതിൻ്റെ മറ്റൊരു വിവർത്തനത്തിൽ കിടക്കുന്ന എങ്ങനെയെന്നറിയാം വാക്ക്. തൻ്റെ സൃഷ്ടാവിൻ്റെ പ്രതിരൂപത്തിൽ പരിജ്ഞാനത്തിൽ നവീകരണം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന നവമാനവനെയല്ലോ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ കിടക്കുന്നത് അതിനല്ല, അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്നറിയാമോ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? തൻ്റെ സാദൃശ്യത്തിലും. അങ്ങനെ ആളെ നിങ്ങൾ ഇതുവരെ കണ്ടോ? ദൈവം എന്ത് സാദൃശ്യവും എന്ത് സ്വരൂപവുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കൊടുത്തതെന്നുള്ളൊരാളിനെ നമ്മൾ ഇതുവരെ കണ്ടുമുട്ടിയോ? എവിടെയെങ്കിലും? സ്കൂളിൽ കണ്ടോ? മാന്യരെന്ന് പറയുന്നവരുടെ ഇടയിൽ നമ്മൾ കണ്ടോ? സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരാളെ നമ്മൾ കണ്ടെത്തിയോ? ആൾക്കൂട്ടത്തിൽ കണ്ടെത്തിയോ? ഒറ്റപ്പെടലിൽ കണ്ടെത്തിയോ? എങ്ങും നമുക്ക് ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റുന്നില്ല, പറയാനേ പറ്റുന്നുള്ളൂ, അല്ലേ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും. ഇതെവിടെ ആളെവിടെ? ആദമിൽ ഇതുണ്ടായിരുന്നു, പക്ഷെ കണ്ടോ നമ്മൾ? എത്ര മണിക്കൂർ ആദം ഏദനിൽ ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചു എന്നുള്ളത് പോലും ഇപ്പോഴും ആളുകൾക്ക് സംശയമാണ്. എത്ര മണിക്കൂർ അവർ എത്ര നേരം ഉണ്ടായിരുന്നു കുടുംബജീവിതത്തിൽ? ചിലർ പറഞ്ഞ് 1 മണിക്കൂറേ ഉള്ളായിരുന്നു, ചിലർ പറഞ്ഞ് 1 ദിവസമേ ഉള്ളായിരുന്നു. ഇതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. കാരണം ദൈവം ഇതൊക്കെ എന്ത് ചെയ്തു? മറച്ചങ്ങ് വെച്ചിരിക്കുകയാണ്. ആർക്കും ദൈവം ഇതിൻ്റെ ഒന്നും ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നാൽ ഈ വാക്കുകൾക്കൊന്നും മാറ്റം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്വരൂപം എങ്ങനെ ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞത്? ഉൽപ്പത്തി കിടക്കുന്ന അങ്ങനെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിൽ. എന്തേ അങ്ങനെ ഒരാൾ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ആളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ ആളെ പിന്നെ കാണുന്നത് ക്രിസ്തുവിലാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരാളെ മനുഷ്യകുലം കണ്ടുമുട്ടുന്നത്. ഹല്ലേലൂയ. ലോകത്തൊരു മതനേതാവിനും പറയാൻ പറ്റാത്ത ക്വാളിറ്റികൾ ആർക്കുണ്ടെന്നറിയാമോ? യേശുവിനുണ്ട്. യേശുവിനെ
ഒരു തരത്തിലും പീലാത്തോസ് ആകും നോക്കിയിട്ട് കള്ളത്തരത്തിൽ കൂലിക്ക് നുണ പറയാൻ ആളിനെ കൊണ്ട് വരുത്തിയിട്ട് പോലും കാര്യം ഒത്തു വന്നില്ല. മനസ്സിലായി പറഞ്ഞേ? എവിടെങ്കിലും പാപത്തെക്കുറിച്ച് എന്നെ ആര് ബോധ്യം വരുന്നു യേശു ചോദിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരാളെ ലോകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് യേശുവിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്തൊക്കെയായിരുന്നു എന്നു ചോദിച്ചാൽ അത് യേശുവിൽ കിടപ്പുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയവനെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യകുലത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സാദൃശ്യവും സ്വരൂപവും ക്രിസ്തുവിലൂടെ ദൈവം മടക്കി തരാൻ പോവുക. അത് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കും. നിങ്ങൾ നോക്കിക്കേ, തന്നെ സൃഷ്ടിച്ചവൻ്റെ, കണ്ടോ കിടക്കുന്നത്, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം, കണ്ടോ, പരിജ്ഞാനത്തിനായി പുതിയ മനുഷ്യൻ, കണ്ടോ, പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യൻ ഏതാ? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. കണ്ടോ ഒന്ന്, അതാ വാക്യം. അപ്പം ആ മനുഷ്യൻ്റെ ജീവിതശൈലിയാണ് മനസ്സലിവ്, ദയ. അതൊന്നും നമുക്ക് പുറമേ ഉള്ള ഒരു പരിപാടി നടക്കത്തില്ല. അതൊന്നും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പുറത്തുള്ള മനുഷ്യനെ ഡെക്കറേറ്റ് ചെയ്തതുകൊണ്ട് മാറ്റം ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എന്തെല്ലാം മേക്കപ്പുകൾ നമ്മൾ ചെയ്താലും പുതിയ മനുഷ്യൻ നമ്മിലോട്ട് വരാതെ, ക്രിസ്തുവിൽ ജീവിതം വിട്ടുകൊടുക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതിന് നമ്മൾ കുറച്ച് പെയിൻ എടുത്ത്, നമ്മളെന്ന് വെച്ചാൽ സാഹചര്യങ്ങളെ നമ്മളെങ്ങനെ കാണുന്നത്. ഈ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഫിലിപ്പിയ സഭയിൽ പറയുന്നൊരു കാര്യമുണ്ട്. 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ച്, പെട്ടെന്ന് എടുത്ത് വായിച്ച്. അല്ല, 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. അപ്പോൾ അത് കിടക്കുന്നത് ക്രിസ്തുവിൽ എന്നുവെച്ചാൽ നിങ്ങൾ ക്രിസ്തുവിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നടക്കുന്നത്. അപ്പോൾ എന്തുണ്ട്? ക്രിസ്തുവിൽ വരുമ്പോൾ എന്തുണ്ട്? മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് വല്ലോ പ്രബോധനവും ഉണ്ടെങ്കിൽ, നിങ്ങൾ തിരുത്തലുകളിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ അപ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ വന്നിട്ടേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ സ്നാനം സ്വീകരിച്ചവരല്ലേ, സഭയിൽ, ഫിലിപ്പിയ സഭയോടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സഭയുടെ കൂട്ടായ്മയിൽ വന്നവരാണല്ലോ. നിങ്ങൾ തിരുത്തലുകൾക്ക് വിധേയപ്പെടുന്നവരാണോ? തിരുത്തലുകൾ വല്ലതും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? 2, നിങ്ങൾക്ക് സ്നേഹത്തിൽ വല്ല വർധനവും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് അങ്ങനെയുണ്ട്. സ്തോത്രം. നമുക്ക് അങ്ങനെയുണ്ട് കാര്യങ്ങളുടെയൊക്കെ പോക്ക്. സ്നേഹത്തിൽ വല്ല വർധനവും വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുമായിട്ട്, സഭയുമായിട്ട്, നിങ്ങളുടെ ദൈവവുമായിട്ട്, കർത്താവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടായ്മകളുടെ വർധനവ് വന്നിട്ടുണ്ടോ? അതോ ദിവസവും പിണങ്ങുന്നവരുടെ എണ്ണം കൂടുകയാണോ? തമ്മിൽ പിണങ്ങുന്ന, എതിർക്കുന്ന ആളുകൾ, വെറുതെ എതിർക്കുന്നവരെ എതിർക്കട്ടെ, പക്ഷേ പിണക്കക്കാർ, ശത്രുക്കൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് പിണക്കം അനാവശ്യമായി നിങ്ങൾ കയറി വരികയാണ്. അപ്പോൾ ഇതൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ശരിക്കും നമ്മൾ സ്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം പൗലോസ് നിങ്ങൾ ക്രിസ്തുവിൽ വന്നിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉയർച്ചകൾ വന്നിട്ടുണ്ടോ? അതോ നമ്മളിങ്ങനെ പെന്തക്കോസ്തുകാരാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ദയയും മനസ്സലിവും കൂടിയിട്ടുണ്ടോ? ഒരാളുടെ അവൻ്റെ ഗതികേട് കാണുമ്പോൾ, അവൻ്റെ കുറവ് കാണുമ്പോൾ അവൻ നമ്മളോടൊന്ന് ദേഷ്യപ്പെട്ടാൽ, അവൻ നമ്മളോടൊന്ന് ഒരു കാക്ക് പറഞ്ഞില്ലെങ്കിൽ, ചെയ്തില്ലെങ്കിൽ ഉടനെ നിങ്ങളും ദേഷ്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ വന്നിട്ടില്ല, ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഉയർച്ച സംഭവിക്കുന്നില്ല. അതങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ദയയുണ്ടോ? നിങ്ങൾക്ക് മനസ്സലിവ് വർദ്ധിച്ചിട്ടുണ്ടോ? പണം വർദ്ധിച്ചിട്ടുണ്ടോ? വീട് വർദ്ധിച്ചിട്ടുണ്ടോ? വണ്ടി വർദ്ധിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസം വർദ്ധിച്ചിട്ടുണ്ടോ? ജീവിത സാഹചര്യം വർദ്ധിച്ചിട്ടുണ്ടോ? ഇതൊന്നും പരിശുദ്ധാത്മാവിന് വിഷയമല്ല. ഇതൊന്നും ഇവിടെ ചോദ്യങ്ങളല്ല. മക്കളുടെ കാര്യം ചോദിക്കുന്നില്ല ഇവിടെ. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികത്തിൻ്റെ ഭദ്രതയെപ്പറ്റി പരിശുദ്ധാത്മാവിനൊന്നും കേൾക്കണ്ട. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ദയ വർദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സലിവ് വർദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്രിസ്ത്യ ജീവിതത്തിൽ വന്നിട്ട് എന്തുണ്ടായി? നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായി? അതാണ് കൊലോസ്യരും പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരായിട്ടുള്ളവരെ, നോക്കിക്കേ കിടക്കുന്നത്,
അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് നിങ്ങൾ 10 പവൻ സ്വർണ്ണം ഇട്ടുകൊണ്ട് വരാനല്ല പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും വർദ്ധിച്ചത് ഇവിടെ കൊണ്ട് കാണിക്കാനല്ല, പ്രദർശന വസ്തുവായിട്ട് കൊണ്ടുവരാനല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ സാമ്പത്തികമായി ഉയർത്തിയ കാര്യങ്ങൾ സഭയിൽ പറയാനല്ല പറഞ്ഞിരിക്കുന്നത്. അതിനിവിടെ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾ ബൈബിൾ ഉടനീളം വായിച്ചു നോക്കുക. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെട്ടോ എന്ന് നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസത്തിൽ നമ്മുടെ പാസ്റ്റർമാരൊക്കെ ചോദിക്കുന്നതും പ്രസംഗിക്കുന്നവരതാ. പക്ഷെ പരിശുദ്ധാത്മാവൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെയുണ്ട്? നിങ്ങളുടെ മുട്ടിന് വേദന മാറിയോ? നിങ്ങളുടെ വയറുവേദന മാറിയോ? ഇതൊന്നും അല്ല വിഷയം. ഇതൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാ, ഇവിടം കൊണ്ട് തീരുന്നു. നിങ്ങൾ ജീവനുണ്ടോ? ജീവൻ വന്നിട്ടുണ്ടോ? നിങ്ങൾ നോക്കിക്കേ കിടക്കുന്ന, വീണ്ടും നിങ്ങൾ നോക്കിക്കേ 3:4 വായിച്ചേ. കൊലോസ്യർ 3:4. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മുടെ ജീവനായ ക്രിസ്തു. എന്ത് വാക്കാത് നോക്കിയേ. നമ്മുടെ ആരാണ് ക്രിസ്തു? നമ്മുടെ ജീവനാണ്. ക്രിസ്തു വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവനൊന്നും ക്രിസ്തു അല്ലായിരുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ സ്നാനം സ്വീകരിച്ച് അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എഴുന്നേറ്റപ്പോൾ നിങ്ങളിൽ ജീവൻ വന്നു. ആ ജീവൻ, ക്രിസ്തുവിലുള്ള ജീവൻ, മുമ്പാണ് ജീവനായിരുന്നു. ഇത് 2 ജീവൻ തമ്മിലുള്ള വിഷയമല്ലേ? 2 ജീവനല്ല വിഷയം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് ആദാമ്യ ജീവനായിരുന്നു. പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ആദാമ്യ ജീവനിൽ ആര് വെളിപ്പെടും? ആദാമ്യ സ്വഭാവം വെളിപ്പെടും, ആദം വെളിപ്പെടും. അപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവനാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവനിലൂടെ ആര് വെളിപ്പെടും? അതവിടെ പറഞ്ഞിരിക്കും. നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോൾ, കണ്ടോ, നിങ്ങളും അവനോടുകൂടെ. നിങ്ങൾ പിന്നെ ആരാ? അതിൻ്റെ കാരണം തൊട്ട് 3 പറയുന്ന വാക്യം വായിച്ചേ. 3, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ. അപ്പം നമുക്കുള്ള ജീവൻ എന്ന് പറഞ്ഞല്ല, നമുക്കുള്ളതെല്ലാം. നിങ്ങൾ മരിക്കുന്നതിന് ഒരു ജീവനില്ലേ? അതിനകത്ത് ആരുണ്ട്? നമ്മുടെ സെൽഫ് കിടപ്പുണ്ട്, നമ്മുടെ ജീവൻ കിടപ്പുണ്ട്. നമ്മുടെ ജീവൻ അതാണല്ലോ. ഏതാ നമ്മുടെ ജീവൻ? മക്കൾ ജീവനല്ലേ? വസ്തുവകൾ ജീവനല്ലേ? നാളത്തെ പ്രശ്നം നമ്മുടെ ജീവനെ ബാധിക്കുന്നതല്ലേ? മുഴുവൻ ജീവനെയും ദൈവം ക്രൂശിൽ നശിപ്പിച്ചു. ഇപ്പോൾ എവിടെ മറിഞ്ഞിരിക്കുന്നു? മക്കൾ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു, വസ്തുവകൾ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു, എല്ലാം ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മൾ 3 പ്രാവശ്യം നമ്മളെ പോകുന്ന ആൾ വിളിച്ചില്ലെങ്കിൽ നമുക്ക് പേടിയാ. ചെന്നോ നമ്മൾ വിളിച്ചു വെച്ചോണ്ടിരിക്കും. നമുക്ക് ജീവനിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ മറച്ചു വെച്ചിരിക്കുന്നു. തൊടാൻ പറ്റത്തില്ല പിശാചിന്. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ ഒരാൾക്കും തൊടാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ ഈ വാശിയെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ തിരുത്താൻ മര്യാദയ്ക്ക് കിടക്കണം എന്ന് പറയാൻ നമ്മൾ അപ്പോഴാ. ഇവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവനാണെന്ന് കുഞ്ഞുങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അവനെ പുറകെ നടന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ആ ദൈവത്തിൽ മറഞ്ഞു എന്നുള്ള വിശ്വാസം നമുക്ക് പോരാ. ഇച്ചിരി കൂടെ വരാനുണ്ട്, ശലം കൂടെ. ദൈവത്തിൽ നമ്മുടെ ജീവനും നമ്മുടെ സമ്പത്തും നമ്മുടെ തലമുറകളും നമുക്കുള്ള സകലതും ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നിനക്കുള്ള സകലത്തിൻ്റെ സുരക്ഷിതത്വം ദൈവം തന്നിട്ടുണ്ട്. ഇനി ഒറ്റ കാര്യം സംഭവിക്കാനുള്ളൂ. ആ ദൈവത്തിൽ മറഞ്ഞു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് എന്നിൽ വെളിപ്പെടേണ്ട ക്രിസ്തുവിൻ്റെ ജീവൻ. ആ ജീവനിൽ ആരാ വെളിപ്പെടേണ്ടത്? ആ ക്രിസ്തു വെളിപ്പെടണം. അപ്പോൾ നമ്മൾ വെളിപ്പെടും, നമ്മളിൽ ക്രിസ്തു വെളിപ്പെടും. ഇവിടെ 3 വാക്ക്. അപ്പോൾ 2 ജീവന്റെ പ്രശ്നങ്ങളാണിത്. ആദാമിൽ ജീവിക്കുന്നവൻ ആദാമിൻ്റെ ജീവനാണെങ്കിൽ അവൻ ആദാമിൻ്റെ സ്വഭാവം. ആ വാക്യങ്ങൾ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, 5-ാം വാക്യം വായിച്ചേ. ആകയാൽ ആ ആ ആ ആ ആ ആ അപ്പൊ ഭൂമിയിൽ ജീവിക്കുന്നു. നമ്മൾ പറഞ്ഞു ഇപ്പോഴോ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ ജീവിക്കുന്നത്? ഉയരത്തിൽ ജീവിക്കുന്നവൻ്റെ ഇതാണോ ജീവിതം? ഭൂമിയിൽ ജീവിക്കുന്നവരുടെ ജീവിതം ഇതാ. ഭൂമിയിലാണ് ജീവിക്കുന്ന ഉറപ്പാണ്. നമ്മിലുണ്ടാകുന്ന ദേഷ്യവും പിണക്കവും വഴക്കും സെൽഫും എല്ലാം എന്തെല്ലാം ജീവിതത്തിൽ വന്ന് കയറിയിട്ടുണ്ടോ എല്ലാം നമ്മൾ ഭൂമിയിൽ ജീവിതത്തിൻ്റെ ആളാണ്. അതിൻ്റെ അർത്ഥം നമ്മളിന്ന് ദൈവത്തിനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കിതെല്ലാം ഉണ്ടെങ്കിൽ അർത്ഥം നമ്മളിന്ന് ഭൂമി ജീവിതം, നമ്മൾ ഉയരത്തിലേക്ക് പോയിട്ടില്ല.
നോക്കൂ, അവിടെ പറഞ്ഞു ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് വരിക. നിങ്ങൾ നോക്കിക്കേ, അവൻ നിങ്ങൾ മരിച്ചു 3:3 പറഞ്ഞ് നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിലിരിക്കും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ. അതൊക്കെ രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ പഠിപ്പിക്കുക. ഒന്നാം ഘട്ടം ഇവിടെ സംഭവിക്കണം, പിന്നീട് നിത്യത്തിലേക്ക് നമ്മൾ നീക്കിയാൽ മതി. ഇപ്പോൾ ഭൂമിയിൽ നിൽക്കുകയാണ്, ഭൂമിയിലുള്ള സഭയോടാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ അത് സംഭവം കറക്റ്റാണ്, അവനെപ്പോലെ തന്നെ നമ്മളാകും, അവൻ്റെ സദൃശ്യന്മാരാകുമെന്നുള്ള വശമാണെങ്കിലും ഇവിടെയും അത് സംഭവിക്കണ്ടേ? ഇത് ക്രിസ്തുവിൽ സംഭവിച്ചു. നമ്മൾ ജീവനാണ് വെളി വരേണ്ടത്. ഇതൊരു ജീവൻ്റെ വിഷയമാണ്, ജീവനാണ് വെളി വരേണ്ടത്. നിങ്ങൾ നോക്കിയേ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിലേക്ക് വന്നേ. 1-ാമത്തെ ലേഖനത്തിലേക്ക് വന്നേ. ഒന്നാം വാക്യം വായിച്ചേ, 1:1. ആദിമൂലത്തിലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും അതാ വിഷയം. അതുകൊണ്ടാണ് കണ്ടത്. എന്താ ഇവിടെ പ്രത്യക്ഷമായത്? ഒരാൾ ജഡത്തിൽ വന്നെങ്കിലും വെളിപ്പെട്ടത് ജീവനാ. കണ്ടോ പോന്നേ? നമ്മൾ ജീവനാണ്, നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മിൽ വെളിയിൽ വരേണ്ട സാധനം ജീവൻ പ്രത്യക്ഷമായി. അങ്ങനെ പറഞ്ഞു, ജീവൻ പ്രത്യക്ഷമായി. വണ്ടി പ്രത്യക്ഷമായെന്നല്ല പറയുന്നത്. കണ്ടോ, അവൻ വീട്ടിലോട്ട് ഇവൻ്റെ ജീവിതത്തിൽ ദൈവം വന്നപ്പോൾ ഇതൊക്കെ നമുക്ക് 1-ാം സ്ഥാനത്തോട്ട് വന്നത് കൊണ്ട് ആത്മീയമായിട്ട് നമുക്ക് പോകാൻ പറ്റാത്തെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ 2-ാം സ്ഥാനത്തേക്ക് പുറകിലോട്ട് കൊണ്ടുവന്നേ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും അതൊക്കെ പിന്തുടരാൻ വിട്ടുകൊടുക്കുക. അതിൻ്റെ പുറകെയല്ല, നമ്മൾ അതിൻ്റെ പുറകെ പോകരുത്. അപ്പോൾ മനസ്സിലാകുന്നത്, നമ്മൾ ഭൗതിക കാര്യങ്ങളുടെ പുറകെ യാത്ര ചെയ്യുമ്പോൾ മുമ്പിൽ പോകേണ്ട നമ്മൾ അതിൻ്റെ ബാക്കിലെത്തുകയാണ്. എന്നാൽ വചനം അങ്ങനല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ നിത്യജീവൻ്റെ പുറകെ പോവുക. നമ്മുടെ പുറകെ ബോഗി വരുന്നത് പോലെ നമ്മുടെ പുറകെ നന്മയും കരുണയും വരും. അത് അങ്ങനെ ഒന്ന് എടുത്തേ. അങ്ങനെ എന്താ വരാൻ പറ്റാത്തത്? അങ്ങനെ വരുമ്പോഴല്ലേ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ റൂട്ട് കറക്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പോകുന്ന അതിനല്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നത് എന്തിനാ? ജീവിതം മാറണം. എന്താ മാറാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവൻ പ്രത്യക്ഷമായി. കണ്ടോ, ആ വാക്ക് എന്നെ ഭയങ്കര വാക്കാണ്. യേശുവിൽ നടന്ന സംഭവം അവിടെ യോഹന്നാൻ എഴുതിക്കുന്നു. വായിച്ചേ, നിങ്ങൾ ഒന്നിറന്ന് വായിച്ചേ. ആദ്യം മുതലുള്ളതും നിങ്ങൾ നോക്കിയേ, സ്വന്തം കണ്ണുകൊണ്ട് അവര് എന്തിനെ കണ്ടു? ജീവൻ കണ്ടു. സ്വന്തം കണ്ണുകൊണ്ട് അവരെന്ത്? യേശുവിനെല്ലാം കണ്ടത്? ജീവൻ കണ്ടവര്. പിന്നെ ഇത് അറിയിക്കാനുള്ളത് ജീവനാണ്. ആ വാക്യം നിങ്ങൾ വീട്ടിൽ പോയി നിമ്മ വായിക്കണമായിരുന്നുണ്ട്. അവിടെ കണ്ടു തൊട്ടു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? ജീവനെയാ. കാരണം ജീവൻ പ്രത്യക്ഷമായി. ജീവൻ നമ്മിൽ എന്ത് കാണുന്നില്ല? നമ്മൾ ആരും എന്ത് കാണുന്നില്ല? ഈ സാധനം കാണുന്നില്ല. നമ്മളിപ്പോഴും കാണുന്ന എന്താ ആളുകളെ? കോപം, ക്രോധം, വൈരാഗ്യം, പിണക്കം, ഈ പഴയ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ ആളുകളായിട്ട് നമ്മളങ്ങ് മാറി. പിന്നെയും ഹല്ലേലൂയ. ഇത് 2 ജീവനുകളാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ജീവൻ കൊണ്ടുവരും. ആദമിൽ ജീവിക്കുന്നവൻ ആദമിൻ്റെ ജീവനിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കും. അവനിൽ എപ്പോഴും പ്രശ്നങ്ങളാക്കി. പ്രിയമുള്ളവരെ, നമ്മൾ അതിന് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനൊരു ലൈഫ് നിങ്ങൾ നോക്കി. അവിടെ ആ 2-ാം അധ്യായത്തിലൊക്കെ സമയം പോകുന്നത് കൊണ്ടാണ് ഞാനങ്ങ് പെട്ടെന്ന് പറഞ്ഞു വിടാം. നിങ്ങൾ നോക്കിക്കേ, 19-ാം വാക്യത്തിലേക്ക് വന്ന് 2:19. 2:19 കൊലോസ്യർ 2:19. തലയായവനിൽ നിന്നല്ലോ. നിങ്ങൾ കേട്ടെ, ശരീരമാരാ? സഭ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാനും നിങ്ങളും ഒക്കെ തന്നെയാണ്. ഉറപ്പാ. ഞാനും നിങ്ങളും എവിടുന്നാ ജീവൻ പ്രാപിക്കേണ്ടത്? തലയായവനിൽ നിന്നല്ലോ. നിങ്ങൾക്ക് പ്രവചനത്തിൽ നിന്ന് കിട്ടത്തില്ല. ഇത് നിങ്ങൾക്ക് വേറെ എങ്ങും പോയി സാധനം കിട്ടത്തില്ല. തലയായവനിൽ നിന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവവചനത്തിൽ നിന്നല്ലോ. വേറെ ഒന്നും ഇത് കിട്ടാൻ പോകുന്നില്ല. ഇത് ദൈവവചനത്തിൽ നിന്ന്. തലയായവനിൽ നിന്നല്ലോ. ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും. അപ്പം വളർച്ച, നമ്മൾ രക്ഷപ്പെട്ടോ എന്നറിയുന്നത് എങ്ങനെയാണ്? ദൈവികമായ വളർച്ചയിലാണ്. ഇവിടെ വന്നിരിക്കുന്നതിലല്ല അർത്ഥം. വചനത്തിൻ്റെ ആ ജീവൻ നമ്മിൽ വ്യാപരിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഞായറാഴ്ചയ്ക്കല്ല സഭായത്തിന് പോയില്ല, മോശം, തെറ്റായ ഒരു ശീലമാണത്.
നമ്മുടെ ഒത്തിരി ധാരണകൾ നമ്മൾ കാണും. ഇവിടെ വന്നത് എന്തിനാണ്? ജീവൻ പ്രാപിക്കുവാൻ. കാരണം തലയായവനിൽ നിന്ന് ഒഴുകുകയാണ് ഇവിടെ. അത് പ്രാപിക്കണം നമ്മൾ. അതിന് വന്നതാ ഇവിടെ. ചടങ്ങിന് വന്നവരല്ല നമ്മൾ. അതിൻ്റെ ആളുകളല്ല. സന്തോഷത്തോടെ ആരാധനിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ?